ചെറിയ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ്. വാ 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 വാ. കാണുന്നില്ലേ? കണ്ടോളൂ. നീ പോരെ, ഏട് പോരെ. ഇവിടെ വാ വാ. ഇവിടെ ഇരിക്കാവോ? ഇവിടെ സൈഡിലിരിക്കാവോ? അങ്ങോട്ട് ഇരുന്നോ, ധൈര്യമായിട്ട് ഇരുന്നോ. നോക്കി അങ്ങോട്ട് നോക്കി. വട്ടവടയിൽ പുതിയതായി നിർമ്മിച്ച കോവിലൂർ പാലസിലാണ് ഇന്ന് നമ്മുടെ താമസം. രാജസ്ഥാനിലെ ഒരു കൊട്ടാരം പൊളിച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലസ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരു ഭൂട്ടാനി സ്റ്റൈൽ തോന്നിപ്പിക്കുന്ന വിധമാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം. മൂന്നാറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെറുതായിട്ടൊന്ന് മടുത്തു. അന്നേരം തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. അത് കഴിച്ചപ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷായി. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു രാജകൊട്ടാരത്തിന്റെ ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും അതുപോലെയാണ്. നമ്മൾ ഓൾറെഡി റൂമെല്ലാം ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിലാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് 2nd ഫ്ലോറിലാട്ടോ. അയ്യോ, ഇത് കണ്ടോ, അടിപൊളിയല്ലേ? എല്ലാ ഫ്ലോറിലും ഉണ്ട്, തീ കഴിയുന്ന പോലെ. അത് ഒറിജിനലൊന്നും അല്ല, ലൈറ്റാട്ടോ. അടുത്തടുത്തുള്ള 3 റൂമുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റത്തെ റൂം ഇതാട്ടോ. അതിന് ഫുള്ള് ലൈറ്റ് കണ്ടില്ലേ, റെഡ് കളർ ലൈറ്റ്. ഓരോ റൂമിനും ഓരോ ലൈറ്റുകളാണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സവിശേഷത. അതുപോലെ തന്നെ ഭയങ്കര സ്പേസ് ആണ്. പിള്ളേരൊക്കെ കൊണ്ട് ഓടി കളിച്ച് നടക്കാം. അതിന്റെ ഇന്റീരിയർ വർക്ക് മാത്രമേ ഉള്ളൂ, എ സി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല. കാരണം അവിടുത്തെ ക്ലൈമറ്റ് അത്രയ്ക്കും സൂപ്പറാന്നുള്ളതാണ്. നമുക്ക് ഈ സമയത്ത് നിന്നാൽ ഒരു തുള്ളി പോലും വേർക്കത്തില്ല, അതുപോലെ തണുപ്പാ. പിന്നെ ഒരു മിറർ ഉണ്ട്. മിറർ വുഡിലാണ്, ഫുള്ള് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ആ തടിയിൽ പണിത് വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത്രയ്ക്കും. അടുത്ത റൂമിലോട്ട് പോവാണ്. ഇത് നമ്മുടെ റൂമാണ്. ഈ റൂമിലാണ് ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പോരുമ്പോൾ പോലും അവളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി, 4th വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചുള്ളൊരു സർപ്രൈസാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് എന്ന്. എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ റൂമിന്റെ വാതിക്കൽ നിന്ന് കണ്ണ് കെട്ടിയാണ് അകത്തേക്ക്. ചെറിയ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ്. വാ 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 വാ. കാണുന്നില്ലേ? കണ്ടോളൂ. നീ പോരെ, ഏട് പോരെ. ഇവിടെ വാ വാ. ഇവിടെ ഇരിക്കാവോ? ഇവിടെ സൈഡിലിരിക്കാവോ? അങ്ങോട്ട് ഇരുന്നോ, ധൈര്യമായിട്ട് ഇരുന്നോ. നോക്കി അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് നോക്ക്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടോ. എന്തുവായിരുന്നു ആണോ നിനക്ക് ഇത് പറഞ്ഞപ്പോ? കൊച്ചി കയറി ഇപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് ഇനിയുണ്ട് സർപ്രൈസ്. അതോട്ട് കൂടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണല്ലേ? അല്ല, സ്വിമ്മിംഗ് പൂളിലല്ല, ഇതൊരു വെറൈറ്റി സാധനമാണ്. അയ്യോ, ഇതിന് ചൂടും തണുപ്പും ഒക്കെ ഉണ്ടല്ലേ? ഇത് സെറ്റപ്പ് ആണല്ലോ. ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. കൊള്ളാമേ അല്ലേ? അടിപൊളിയാ. അന്നമേ നല്ല രസമായിരിക്കും രാവിലെ എവിടെ ഇരുന്ന് ഇപ്പൊ തന്നെ കാണാൻ നാളെ രാവിലെ ഉറക്കത്തിലേക്ക് എഴുന്നേറ്റ് വരും. അപ്പൊ പോവാൻ തീരുമാനിച്ചു അല്ലേ? അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ക്യാമ്പ് ഫയർ അറേഞ്ച്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു തണുപ്പത്ത് ഈ ഒരു ചൂട് നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങള്.
ക്യാമ്പ് ഫയർ കഴിഞ്ഞപ്പം ആദ്യക്കുട്ടന് ആ സൗണ്ട് ബോക്സ് വേണം. അവൻ അതിനു വേണ്ടി കിടന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. ഇതാ ഇവിടെ കണ്ടില്ല ഫ്രണ്ടിൽ ആ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ റൂം. ഓരോ റൂമിനും ലൈറ്റ് സെറ്റിങ് വ്യത്യസ്തമാണ്. നമ്മൾ കതക് മുട്ടാതെ കയറി ചെന്നൊന്നും നിങ്ങൾ വിചാരിച്ചേക്കരുത്. നമ്മൾ വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. ആഹാ, ശർമ്മ ഷോ ലൈറ്റ് എല്ലാം വന്നില്ലേ പിന്നെ? ഇവനെ ഈ ലൈറ്റൊന്നും ഒരു രക്ഷയില്ലല്ലേ. എന്നെ കിടിലൻ ആംബിയൻസ് ഒന്നും ഇല്ല. മുഴുവൻ വുഡിൽ പണിതിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി കണ്ടാലോ? പുറത്ത് നമുക്ക് ബാൽക്കണി തുറന്ന് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കാം എന്താണ് കാണാനുള്ളത്. നമ്മുടെ ബാൽക്കണി കാഴ്ചകളാണ് ഈ കാണുന്നത്. താഴേക്ക് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ അയവറക്കി ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലാത്തൊരു ഫീലല്ലേ. അടിപൊളിയാ എന്തായാലും. എന്തോ ഈ റൂമിൻ്റെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റൂമിൻ്റെ ബാത്റൂം പോലെ തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് കിടന്ന് കുളിക്കാനുള്ള സൗകര്യമില്ല. ആ ഒരു റൂമിലാണ് കിടന്ന് കുളിക്കാനുള്ള സൗകര്യം ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ 3rd ഫ്ലോറിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ വൈകുന്നേരം 8:30 മുതൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഹായ് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ അടിപൊളി ഒരു ബാൽക്കണി കൂടെയാണ് പോകുന്നത്. ബാൽക്കണി എന്നാണോ പറയുന്നത്? ഇത് ഒരു പാസേജ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് മേളിലേക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിലേക്കും അതുപോലെ തന്നെ ഈ റിസോർട്ടിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പാസേജ് കൂടിയാണ് നമ്മൾ പോകുന്നത്. നല്ല രസമാണ്. രാത്രിയിലാണ് കാണാൻ ഭംഗി, കാരണം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ആട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല ഒന്നും പറയാനില്ല. വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് കേട്ടോ. താഴേക്ക് നോക്കി ഇങ്ങനെ അത് ചെറിയെന്ന് പറഞ്ഞാൽ നല്ലൊരു തണുപ്പുണ്ട്. നല്ലൊരു തണുത്തൊരു വേണ്ട ആവശ്യമില്ല, ഒരു എ സിയും വേണ്ട. നല്ല എന്താ സുഖമാണെന്നറിയാമോ? അത്രയ്ക്കും നല്ല ക്ലൈമറ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞൊരു എത്ര ദിവസം നിന്നാലും ആ ഒരു സുഖം കാരണം നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് ഒരു അടിപൊളി ഒരു ഇതാട്ടോ. നല്ല രസം. ഇത് എന്താ പറയുക, ഒരു പ്രത്യേക താഴേക്ക് നല്ല കുഴിയാണ് കേട്ടോ. താഴേക്ക് ഉണ്ട്. താഴെ ഒരു 2ാമത്തെ ഫ്ലോറിന് 3ാമത്തെ നില, ആ നിലയിൽ നിന്നാണ് ഈ ഒരു പാസേജ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഭയങ്കര ലുക്ക്. ഇവിടെ താഴേക്ക് നല്ല വ്യൂവും കിട്ടും. റിസോർട്ടിന്റെ ഒരു വ്യൂ, അതായത് എൻട്രൻസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കേറി വരുന്ന വഴിയാണ് ഇവിടെ. അത്രയും ഹൈറ്റിൽ കൂടെ ഒക്കെ ഒരുപാട് എന്താ പറയാ ഹോം സ്റ്റേകളൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഫോണിൽ മലയിലാണ്. വീഡിയോസിൽ അധികം ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആരും മിസ് ചെയ്ത് ഫുള്ള് കാണണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴേക്ക് കമന്റ് ആയിട്ട് ഇടുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ബാക്കി കാണാം. അകത്തേക്ക് പോകാം. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അവര് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതെ, ഇത് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഹാൾ വിശാലമായ ഒരു ഡൈനിങ് ഹാൾ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഫുഡ് എല്ലാം വന്ന് ഇരിപ്പുണ്ട്. ആരും എടുത്തിട്ടില്ലല്ലേ? എല്ലാരും വെയിറ്റിംഗിലാണ്. അമ്മ വേണോ കഴിക്കാട്ടോ? അപ്പൊ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം വന്നിരിപ്പുണ്ട്. ഇനി എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് ഫിനിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് സമാധാനമാകുള്ളൂ. തന്നെ സാധനം എന്നാ? ഇതാണോ കരിമീൻ? അതൊന്നും കരിമീൻ. ഇപ്പോൾ സമയം രാത്രി 11:30. ഞാൻ എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് പുറത്തിരിക്കുകയായിരുന്നു. വന്നപ്പോഴേക്കും 3 പേര് ഉറങ്ങി കേട്ടോ. നല്ല ഉറക്കമാണ്. മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ആദ്യക്കുട്ടൻ അൽപ്പൂവിൻ്റെ അപ്പുറ സൈഡിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പതിയെ സംസാരിക്കുന്നത്. അവൻ എണീറ്റില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. സമയം രാവിലെ 7:30 കുഞ്ഞുങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അവരെഴുന്ന കളിയാണ്. തറയിൽ ഇച്ചിരി തണുപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് ഇരിക്കാനായിട്ടൊരു ടവൽ ഞാൻ വിരിച്ചു കൊടുത്തതാണ്. നമുക്കിടാൻ ചെരുപ്പൊക്കെ ഉണ്ട്.
പിള്ളേർക്ക് കാലേ സോക്സ് ഒക്കെ ഉണ്ടെങ്കിലും തണുപ്പെടുക്കും. പിന്നെ ജലദോഷം പിടിച്ചാലോ നോക്ക്. ആ TV പോയി. ജലദോഷം പിടിച്ചാലോ നോക്ക് ഞാൻ വിരിച്ചിട്ട് കൊടുത്തതാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി ഭംഗിയാണ്. കുറച്ചുകൂടെ രാവിലെ ഏൽക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ ഒരു സുപ്രഭാതം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ബാൽക്കണി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കാഴ്ചയിൽ കാണാം. ഞാൻ തുറക്കാതിരിക്കുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് വല്ല ജലദോഷം പിടിച്ചാലോ നോക്കാണ്. നമ്മുടെ ബാൽക്കണി ഓപ്പൺ ചെയ്യുകയാണ്. ബാൽക്കണി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വാവ്, നല്ലൊരു അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. താഴേക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ എന്തോ വരുവാ കൂട്ടോ. കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടോ, നല്ല രസമാണ്. അക്കരെ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ ഒരു കുറേ മലകളും ഒരുപാട് കെട്ടിടങ്ങളും. തുറക്കാം കേട്ടോ, ചെയ്യാൻ തുറക്കാം. 1 മിനിറ്റേ. ഉണ്ടോ, നല്ലൊരു അടിപൊളി കാഴ്ച, സൂപ്പർ കാഴ്ചയാണ് കാണുന്നത്. ഒരു രക്ഷയില്ല. നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ് ഇവിടുന്ന് നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ ഇതൊരു ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന ആ ഒരു കാഴ്ച മാത്രം. എന്തോ പൊന്നിറങ്ങി വന്നോ രാവിലെ? തണുപ്പാടാ കൂട്ടോ. ഇപ്പോൾ ജലദോഷം പിടിക്കും. ഇപ്പോൾ ഇറങ്ങി വന്ന ബേബി തന്നെ അവിടെ ഇരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോവാം. ആ, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. ആ, അതുപോലെ തന്നെ ഇവിടെ രാവിലെ തന്നെ ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ജീപ്പ് മാത്രമാണ് ഇവിടെ ഇറങ്ങി വരുന്നത്. നമ്മൾ പക്ഷേ നമ്മുടെ കാറ് കൊണ്ടുവന്ന് കേട്ടോ. കാരണം നമുക്ക് വണ്ടി കൊണ്ട് വരണം തോന്നിയുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്നു. കുറച്ച് നോക്കി വരുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വണ്ടി കൊണ്ട് വരാം. എന്തോ ജീപ്പ് ഇല്ലെങ്കിൽ ഇവർ തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. കാരണം അതിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവരിട്ട് തന്നിട്ട് നമുക്ക് എല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് ഇന്നൊരു യാത്രയുണ്ട്. നമുക്ക് കയറുക. ഇനി ഇവിടെ തന്നെ അകത്ത് പോയി പാവം അതിനകത്ത് തന്നെ ബാ. എൻ്റെ ദൈവമേ, നമുക്ക് അടയ്ക്കാം. അല്ലെങ്കിൽ തണുപ്പാടാ. എന്തോ ആ, ഇനി നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ട് അടയ്ക്കാം. എല്ലാവരും കൂട്ടുകാരും എഴുന്നേറ്റില്ല. അവരെല്ലാം എണീറ്റ് വന്നതിന് ശേഷം നമുക്ക് പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റത്. രാവിലെ എണീറ്റ് വന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ ചായ കുടിക്കുകയാണ് കേട്ടോ. 2 പേരും. വാ, വീട്ടിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല പുറത്തേക്ക് പിള്ളേരുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ തണുപ്പാ. ഗ്ലാസ് ഇവിടെ നോക്കി എല്ലാം കാണാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിങ്ങൾക്ക് വല്ല ജലദോഷം പിടിച്ചെങ്കിൽ നമുക്കത് പണിയാവും. അതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല തണുപ്പാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ട് പുറത്തിറങ്ങി നമുക്ക് ഇരുന്ന് കണ്ടോ. ഇവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കാണ്ട് എല്ലാം. പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് മാത്രമേ ഇറങ്ങുന്നില്ല. ഓൺ ദ സ്പോട്ടില് പിള്ളേർക്കുള്ള പാല് വരെ, രാവിലത്തെ പാല് വരെ ഇപ്പൊ നമുക്ക് കൊണ്ടുതരും. എന്ത് വേണേലും നമുക്ക് നമ്മൾ ചോദിക്കുന്ന ഫുഡാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ആ, അതും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, 4 പേരും ഞങ്ങൾ ഒന്നിടപെട്ട് കിടന്നുറങ്ങി. ആദ്യക്കുട്ടന്റെ സൈഡിൽ നമ്മൾ ഇവിടെ കസേര എന്തോ സ്റ്റൂളായിട്ട് വലിയ ചെയറുണ്ട്. അതെടുത്ത് ചൂട് വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് അവനെ അവിടെ കിടത്തി. ഇവിടെ അതിനിപ്പുറത്ത് കിടന്നു, അതിനിപ്പുറത്ത് അന്നെ കിടന്നു, അതിനിപ്പുറത്ത് ഞാനും കിടന്നു. കുത്തിയിട്ട് നമ്മുടെ ബെഡെല്ലാം ചുളുകി കിടക്കുകയാണ്. അതെ. അതുകൊണ്ട് അവനത് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോന്നോരോന്നും. ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ചായ ഇട്ട് കുടിച്ചത്. അതിനുള്ള ടീ ബാഗ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചു കേട്ടോ. ഒരു രസമായി ലൈറ്റ് കാണാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വെട്ടമുണ്ട്. ആദിയുടെ രാവിലെ ആദിക്കുള്ള പാല് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഫ്ലാസ്കിൽ കൊണ്ടു തന്നിട്ടുണ്ട്. ഒരു ഗ്ലാസും പിന്നെ അതിലേക്ക് ഇടാനുള്ള ഷുഗറും കാര്യങ്ങളെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. ചൂട് പാല് ചോദിച്ചപ്പോ തന്നെ അവർ കൊണ്ടുവന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് എടുത്താണ് 5 മിനിറ്റ് കൊണ്ട് പാല്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടത് ഇവിടെയുള്ള എല്ലാ മരം കൊണ്ടുള്ള ഫർണിച്ചറുകളാട്ടോ. അതെല്ലാം തടിയാണ്, ഫുള്ള് തടി. ഈ കണ്ണാടി വരെ തടിയാണെന്നുള്ളതാണ്. ഇതെവിടെ കിടക്കുന്ന ചെയർ, ഇവിടുത്തെ ചെയറിനൊക്കെ ഭയങ്കര പ്രത്യേകതകളാണ്. കാരണം ഇവിടെ ഒരു ഓരോ കള്ളികളുണ്ട് ഓരോ ചെയറിനും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട്
പാല് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദോട്ടന്റെ പാല്. അയ്യോ 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 അയ്യോ. നമുക്ക് ഇതിനകത്ത് ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ജോഡി ചെരുപ്പ്. അതാ എനിക്കുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ടോ ഓൾറെഡി. എന്റെ ദൈവമേ, വയ്യ. ഇത് വിദേശ വനിത. അതെ അതെ ഒരു വിദേശ വനിതയുടെ ലുക്ക് ഉണ്ട് ഇതിനെ കാണാനായിട്ട് കേട്ടോ. ആണോ? ആ പിന്നെ ഇത് കണ്ടില്ലേ, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ആ അതെ 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 അതെ. ആദ്യക്കുട്ടൻ രാവിലെ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കട്ടെ, കൈയിടാതാ. അത് ഓഫ് ചെയ്തിട്ടാ ഞാന്, കാരണം ഇവന് അതിനകത്ത് ഭയങ്കര പണിയാ. അതുകൊണ്ട് ഐശ് ഇല്ല അതിനകത്ത്, ഞാൻ ഓഫ് ചെയ്തായിരുന്നു. അതെ അതെ. അതുപോലെ തന്നെ നമുക്ക് പേസ്റ്റും ബ്രഷും സോപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ചീപ്പ് വരെ ഉണ്ട്. ചീപ്പ് വരെ ഉണ്ട്. അതായത് 4 പേര് നമ്മളുള്ളതുകൊണ്ട് 4 പേർക്ക് 4. പക്ഷെ ആദിക്കും അന്നയ്ക്കും വരെ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് നമ്മൾ പൊട്ടിച്ച് പല്ല് തേച്ചു, അവർക്ക് വരെ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഞാൻ അന്നയ്ക്ക് കുറുക്കുണ്ടാക്കാനുള്ള പരിപാടികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറുക്കുണ്ടാക്കുവാണ്. നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി, ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് പുറത്ത്. ഇവിടുത്തെ ചെയറൊക്കെ ചുമ്മാ എടുക്കട്ടെ, ഞങ്ങളിവിടെ ഇരുന്നൊന്നും ഇല്ല. പുറത്തിറങ്ങിയിട്ട് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ മാത്രമല്ല കുറേ ഏരിയ ഉണ്ട്, അവിടെയുള്ള ഓരോ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത്, എനിക്ക് എല്ലാവരും ഒരു കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഓരോ വർത്തമാനം പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കിയാലും താഴത്തെ ഒരുപാട് കാഴ്ച കാണാനുണ്ട്, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, സെറ്റ് ചെയ്ത് വെച്ചതിന് മുന്നിൽ ആദ്യക്കൂട്ടം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിതറിപ്പോയി കാഴ്ച കാണാനൊക്കെ. മുകളിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമാണ്, അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യക്കൂട്ടം ആലമുണ്ടാക്കാണ്, ആദ്യക്കൂട്ടൻ ഇവിടെ നിന്ന് കിലി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോവിലൂർ കൊട്ടാരം, നമ്മൾ താമസിക്കുന്ന കൊട്ടാരം. അതിന്റെ ഫ്രണ്ട് വ്യൂ ആട്ടോ ഈ കാണുന്നത്. അതിന്റെ ഫ്രണ്ടിലൊരു വാട്ടർഫോൾ ഉണ്ട്, പക്ഷെ അത് നൈറ്റിൽ കാണാൻ നല്ല രസമാണ്. നൈറ്റിലെ വീഡിയോ നമ്മളെടുത്ത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൃഷിസ്ഥലങ്ങളാണ് താഴേക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുണ്ടോ കസേരകൾ, സിറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറെ ചെയറുകൾ ഇട്ടിട്ടുണ്ട്. അതും തന്നെ ഒരു രാജകീയത, ഒരു പ്രൗഢിയുണ്ട്. രാജകീയ പ്രൗഢിയിലാണ് അതും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ താഴത്തെ റൂമിൽ താമസിക്കുന്നവർക്ക് പുറത്ത് വന്നിരിക്കാനുള്ള സൗകര്യം. ഇതാണ് എൻട്രൻസ്. അതെ, അവിടെ എപ്പോഴും സെക്യൂരിറ്റീസ് ഉണ്ട്. അവിടുന്ന് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരു കിഡ്സ് ഏരിയ, അതെ, പ്ലേ ഏരിയ ഒരുപാട്. അതെ അതെ, ആദ്യക്കൂട്ടൻ അവിടുന്ന് പോരുകയല്ലായിരുന്നു. ലാസ്റ്റ് ഭയങ്കര വഴക്കുണ്ടാക്കിയുണ്ട്. കഴിക്കാനുള്ള സാധനം പോലും അവിടെ കൊണ്ടുവച്ച് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അവൻ ഈ സാധനങ്ങളൊക്കെ ശരിക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അവനെ എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് അവൻ ഇങ്ങനത്തെ സംഭവങ്ങളിൽ കയറുന്നത് തന്നെ. അപ്പൊ ഇതിൽ കയറി കുറേ കളിച്ച് അവന് അന്നക്കുട്ടി അങ്ങേറ്റത്തിരുന്ന ഒരു ഊഞ്ഞാലി കിടന്ന് ആടുന്നുണ്ട്. അത് ആവശ്യം നമുക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടില്ലെന്നോ, കാരണം അവന്റെ ഇതിൽ കളിയിലായി പോയി നമ്മള്. അപ്പം നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് സ്പൈറൽ ഷേപ്പിലുള്ള ഒരു സ്റ്റെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കയ്യിൽ ക്യാമറ ഇങ്ങനെ ഉണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി, ഫോട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഏരിയനെയാണ് നമ്മൾ ഹട്ട് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യുന്നത്. അതെ അതെ, നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ആ ഒരു ഫോട്ടോയാണ് കേട്ടോ ഈ സൈഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള അതിവിപുലമായ സൗകര്യം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയാണ് ഏറ്റവും ചെറിയ വണ്ടി എന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ ഏത് വണ്ടികളും ഇറങ്ങി വരും കേട്ടോ. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി ഇറങ്ങി വരികയൊക്കെ ചെയ്യും. ഒരുപാട് ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കും എല്ലാ വണ്ടിയും പോവുകയല്ലെന്നൊക്കെ. അതുപോലെ ഫ്രണ്ടിൽ ഇത് കണ്ടോ, കുറേ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചുമന്ന പേരയ്ക്കാണ്. അതെ, ഒരു വയലറ്റ് കളറാണ്. ഈ ഇലയുടെ കളറാണ് പേരയ്ക്കയുടെ ആകെ ഉള്ളു. അതൊക്കെ നമുക്ക് പറിച്ച് തിന്നാനുള്ള അവസരം ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ആ പേരയിലുള്ള എല്ലാം പറിച്ച് തിന്നാം. അതെ, അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ.
അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോട്ടേജിലേക്കാണ്. ഈ റിസോർട്ടിൽ കോട്ടേജും അവൈലബിൾ ആയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ താമസിക്കാനായിട്ട് ഒരു 3 റൂമുകളാണ് ഈ കോട്ടേജിലുണ്ട്. അതെ, അതും നല്ല വെടിച്ചില്ലൻ ആംബിയൻസ് ആണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ. അത് നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം നമുക്ക് കണ്ടു നോക്കാം. അതെ, അതിനകത്തൊരു റൂമാണ് ഈ കാണുന്നത്. നമ്മുടെ ഫോണിന്റെ ഇതിലാണ് അത് മിന്നൽ കേട്ടോ. ചില ഇതിനുള്ളിൽ കണ്ടോ, നമ്മുടെ റൂമിൽ റെഡ് ലൈറ്റ് ആണ്, ഇതിനുള്ളിൽ കണ്ടോ യെല്ലോ ലൈറ്റ്. എന്തോ ഈ വെച്ചോ. പക്ഷെ ഇന്നലെ നിങ്ങൾ അരേണ്ടത് തകർക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ചുമ്മാ കേറി ചാടി മറിഞ്ഞ അങ്ങോട്ട്. ഇപ്പഴാ ഓർക്കുന്നത്. അപ്പൊ നമ്മള് കോട്ടേജ് ഒക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വഴിയാണ് കേട്ടോ കാണുന്നത്. അതായത് നമ്മുടെ ആ ബ്രിഡ്ജിന്റെ അതിലേ വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് കയറാൻ പറ്റും. അതെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒന്ന് തലകുത്തി മറിഞ്ഞ് തകർക്കണം. അതിനോ വെള്ളമാ നീന്തലറിയത്തില്ല, അത് വേറെ മുങ്ങാനുള്ള കുഴിയില്ലെന്ന് തോന്നുന്നു. കുഴിയില്ല. ഞാൻ എടുക്കട്ടെ വീഡിയോ. നിങ്ങൾ ചാടി. അപ്പം സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 പേര് ഡ്രസ് അന്നി ഇറങ്ങി 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 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഒരാള് കരയുന്നു. എനിക്ക് ശ്വാസം മുട്ടലാവും, ഞാനില്ല. ദാണ്ടെ വരുന്ന ഒരു തിമിംഗലം. ഉന്തിട്ടിരിക്കുന്നു. ദാണ്ടെ എടുത്തോണ്ട് പോണു, എടുത്തോണ്ട് പോവാണോ? കാല് നിലത്ത് വിട്ടിട്ടില്ല. ഇറങ്ങ ഇറങ്ങ ഇറങ്ങ്. അന്തരീക്ഷത്തിൽ വഴി നടന്നു പോകുന്ന ഒരു കാഴ്ച എടുത്തോണ്ട് പോവും, അല്ലാതെ വേറെ വഴിയില്ല. വളം പിടിച്ചു. തണുപ്പ് നീ എന്തിനാ അടിച്ചിരിക്കുന്നേ? പോവണ്ട. ഞാൻ വരുവാ. വിട്, അത്തന്നെ വിട്. എടുത്തോണ്ട് ഞാൻ മുങ്ങിയേക്കാം. അല്ല ഞാൻ ക്യാപ്ഷൻ എടുക്കല്ലേ, വിക്രമാദിത്യൻ പറയരുത്. ഞാൻ മുങ്ങ.
ഞാൻ പുറത്തൊന്നും നടക്കത്തില്ല മുങ്ങാതെ. 90 തുപ്പണ എനിക്ക് മുള്ളണമെന്ന് പറഞ്ഞാ മുളകാൻ പറ്റുന്നു. എന്നാടാ മുക്കാനാണോ? മുക്കാല് ഒരാളിവിടെ വെള്ളത്തിൽ കുളിച്ചിട്ട് താണ്ടേ ഇരിക്കുന്നു. അത് ചെല്ലുന്നാണ്. ഇവിടേക്ക് ഇവിടെ വാ. അല്ല അവിടെ കുഞ്ഞു എനിക്ക് മതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇങ്ങനെ അടിച്ചു പോയാൽ മതി. ഇതാണ് നമ്മുടെ വാട്ടർ ഫൗണ്ടൈൻ്റെ നൈറ്റ് വ്യൂ. നമ്മൾ രാവിലെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ ഇത് ഓൺ അല്ലായിരുന്നു, വെള്ളം നല്ല വരുന്നില്ല. രസമുണ്ട് കാണാൻ വേണ്ടി. രാത്രിയായപ്പം ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രസം കേട്ടോ. ഇതിൻ്റെ കണ്ടില്ല വെള്ളം വരുന്നത് ചെടി ഒരു പാമ്പ് പത്തി വിരിച്ച് ആടി വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, നൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല. അത് ഇന്നിപ്പോൾ ഗസ്റ്റുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് ഫുൾ ഇട്ടിട്ടില്ല. ലൈറ്റ് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് രാത്രിയായിരുന്നു. അതുകൊണ്ടാണ് ലൈറ്റ് ഫുൾ ഇടാത്ത. വൈകുന്നേര സമയത്ത് ലൈറ്റുകളെല്ലാം ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. നമ്മൾ ഇച്ചിരി ലേറ്റായി, 10-11 മണിയായി ഈ വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം 11 10 മണിയാവാറായി. നമ്മുടെ ഫുഡിൻ്റെ സമയമാണ്. നമ്മൾ 10 മണിക്കാണ് ഫുഡ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഫുഡിന് മുന്നേ നമുക്ക് സൂപ്പ് തന്നിട്ടുണ്ടല്ലേ. അതെ അതെ തണുപ്പത്ത്. അതെ. നമ്മുടെ രാത്രിത്തെ ഫുഡാണിത്. ഒരു രക്ഷയില്ല ഇവിടുത്തെ ഫുഡ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഇവര് 3 നേരം നല്ല അടിപൊളി ഫുഡായി. അതും പറയുന്ന സമയത്ത് അപ്പോൾ സാധനം ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കൊണ്ട് തരികയാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഓർത്ത് പോകും. കാരണം ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരിക്കണം ഈ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട്. ഇവര് നല്ല ഫാസ്റ്റ് ആയിട്ട് സാധനം നല്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ തന്നെ അവർ ഉണ്ടാക്കി കൊണ്ട് തരും. സെർവ് ചെയ്ത് വെച്ചതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ സമയം രാത്രി 11 മണി ആയിട്ടുണ്ട്. ഞാൻ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് റൂമിലോട്ട് വന്നപ്പോഴേക്കും അമ്മയും മക്കളും നല്ല ഉറക്കത്തിലാണ്. 2 പേരും അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിടക്കാനൊരു തുള്ളി പോലും ഇടയില്ല കട്ടിലേൽ. ഒരു തരത്തിലാണ് ഞാൻ അതിൻ്റെ സൈഡിൽ ഒരു അരയടി ഇടയിൽ രാത്രി ഉറങ്ങി നേരം വെളുപ്പിച്ചത്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 2 പേരും പിന്നെ ഉറക്കത്തിലാണ്. ആദ്യം അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്, കാണത്തില്ല, പതുക്കെ സംസാരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അന്നക്കുഞ്ഞിൻ്റെ കൈയൊക്കെ ഏറിയ കിടക്കുന്നേ. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, പാവം. സത്യം പറയാലോ എനിക്ക് ഇടയില്ലാത്തതുകൊണ്ട് ഇവളെൻ്റെ മേത്ത് കയറി കിടന്നുകൊണ്ട് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു. കുറച്ച് കഴിഞ്ഞ് കാണാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എണീറ്റു. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടില്ലേ ബെഡൊക്കെ കിടക്കുന്നത്, എല്ലാം തലകുത്തി മറിഞ്ഞ്. എനിക്ക് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ കിടക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ വന്നപ്പോഴത്തേക്ക് 3 പേരും ഭയങ്കര ഉറക്കമായി. എനിക്കിവിടെ ഒരു അരയടി സ്ഥലം പോലും ഇല്ലായിരുന്നു കിടക്കാനായിട്ട്. അങ്ങനെ ഒരു സൈഡിൽ കിടന്ന് ഞാൻ ഉറങ്ങി. നേരം വിളിക്കായപ്പോഴത്തേക്ക് അന്നമ്മ എൻ്റെ മേലോട്ട് കയറിയിരുന്നു. എനിക്കതുകൊണ്ട് ഇന്നലെ വലിയ കാര്യമായിട്ട് ഉറക്കമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളുടെ 2ാമത്തെ ദിവസം യാത്ര തുടങ്ങുകയാണ്. രാവിലെ എഴുന്നേറ്റ് ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നിങ്ങളെ 2 പേരെയും കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ടാസ്ക്കാണ്. നമുക്ക് 2 പേർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് എല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ദിവസത്തിൻ്റെ ഒരു പകുതി ഭാഗം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ഒരുപാട് ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ ബൊഫേ സിസ്റ്റമാണ് ഒരുക്കിയിരിക്കുന്നത്. അതെ, ഗസ്റ്റുകൾ ഒരുപാടുണ്ടെങ്കിൽ ബൊഫേ സിസ്റ്റം ആയിരിക്കും എല്ലാ ദിവസവും. ഇതാണ്ടില്ലേ ബ്രെഡ്, ജാം, ജ്യൂസ്, ഇനി അങ്ങനെ കോൺഫ്ലെക്സ്, അതെ അതൊക്കെ കഴിച്ചത് ഫ്രൂട്ട്സ്, അതെ എല്ലാത്തിനും പേരൊക്കെ ഇതിനകത്ത് തന്നെ കാണാൻ കേട്ടോ. നല്ല രസമാണ്. രാവിലത്തെ ഫുഡ് പൂരിയുണ്ട്, ബാജിയുണ്ട്, പിന്നെ ചിക്കൻ മപ്പാസ് അല്ലേ, ഇഡലി, സാമ്പാർ, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും. പുട്ടുണ്ട് കേട്ടോ, പുട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി പുട്ടാ കേട്ടോ. പുട്ടും ഇതുപോലെ ഇത് ചമ്മന്തി ഉണ്ട്, ഒരു പ്രത്യേക അടിപൊളി മറ്റേ ഇതിനുള്ള തേങ്ങാ ചമ്മന്തി, അടിപൊളി ചമ്മന്തി കേട്ടോ. അത് ഇതിന് ചിക്കൻ, ഇതല്ലേ ചിക്കൻ മപ്പാസ്. ഇതെല്ലാം ഇവര് ഇതുപോലത്തെ ഈ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ട് തന്നെ നമുക്ക് എപ്പോഴും ചൂടുണ്ട്, ഫ്രഷ് ആയിട്ട് സാധനം കിട്ടും. അടുത്ത സാധനം ഇത് പാൻ കേക്ക്. അതെ, ഇത് അടിപൊളിയോ ടേസ്റ്റ് ആട്ടോ, സൂപ്പർ സാധനം. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കഴിക്കുന്നത് തന്നെ. എന്നാ രസം എന്നറിയാവോ. അതെ, നമുക്ക് വേണ്ട പോലെ വട 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 എല്ലാത്തിനും പേര് ചെയ്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്റെ പഴം പുഴുങ്ങിയത്, ഇത് കൂട്ട് പഴം പുഴുങ്ങിയതാണ്. പഴം പുഴുങ്ങിയത് കണ്ടോ, ഇതാ കൂട്ട് പഴം പുഴുങ്ങിയതാണ് രാവിലെ ആദ്യം കൊണ്ട് തന്നത്. നമ്മള് നേരത്തെ ആദിയുടെ ഫുഡൊക്കെ ചോദിച്ചു റൂമിൽ കൊണ്ട് തന്നായിരുന്നു. കാരണം അവിടെ വെച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ വേറെന്നാ, ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അത് തന്നെ സാധനം. ചിക്കൻ സോസേജ് എനിക്ക് അതെനിക്ക് പെട്ടെന്ന് വായിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയില്ല. എടുത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഇതുണ്ട് ബോയിൽ മുട്ട ബോയിൽ. അതെ ഇംഗ്ലീഷ് വന്നപ്പോൾ തെറ്റിപ്പോയി. പിന്നെ അതുപോലെ തന്നെ 2 ഫ്ലാസ്കിൽ കോഫിയും വെച്ചിട്ടുണ്ട്, ടീയും വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബാഗുകൾ, അതായത് ഷുഗർ ബാഗുകൾ, എല്ലാ സാധനം നമുക്ക് ഇഷ്ടാനുസരണം ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. ബേബി കുളിയൊക്കെ കഴിഞ്ഞ ഒരു ബേബി വരുന്നു. ഓ എന്റെ മോനെ, കുളി കഴിഞ്ഞ് വരുന്ന ബേബിയെ കണ്ടോ? ടവലൊക്കെ കൊടുത്ത് ഇത് എവിടെ പോയതാ ബേബി? ഓ ബേബിനെ കട്ടിലെ കൊണ്ട് കിടത്തി. എന്റെ അമ്മോ, അയ്യേ, ഓ ഓ ഓ ഓ, എന്തൊരു സന്തോഷം. ഞാൻ വീട്ടിൽ പോവാന്ന് ചോദിച്ചപ്പോ പറയാ പോകുന്നില്ലെന്ന്. ഇവിടെ കിടന്നാ മതി അവന് അല്ലേ? ഇതേ ഇരിക്കുന്നു വേറൊരെണ്ണോ. ബേബി, ആ ബേബി, വീട്ടിൽ പോകണ്ട ബേബി. അപ്പൊ രാവിലത്തെ ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റ് മാറിയേ. സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കഴിച്ച ഫുഡൊന്ന് ദഹിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നല്ല രസമുണ്ട്. രാവിലത്തെ വ്യൂ അടിപൊളി. നമ്മള് രാത്രി വൈകുന്നേരം അല്ലേ കണ്ടത്, അതുകൊണ്ട് ഒരു വെളിച്ചക്കുറവായിരുന്നു. ഇത് കണ്ടില്ലേ, ആകാശത്തിന്റെ ആ ഇതും ആ മലയുടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടില്ലേ, എന്നാ രസമാണെന്നറിയാം. ഇനി നമുക്ക് ഇവിടെ ചാടിയതിനു ശേഷം അടുത്ത് നമ്മളൊരു ട്രെക്കിങ്ങിനാണ് പോകുന്നത്. ട്രെക്കിങ് നമ്മളൊരു ജീപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാം ഇവര് തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ട്രെക്കിംഗ് വീഡിയോസുമായി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.